പാർട്ട്ണർ ടോക്സിക് ആയിട്ടാണ് ബിഹേവ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നമുക്കത് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം നമ്മൾ അത് എക്സ്പീരിയൻസ് ചെയ്യണമല്ലോ. ഇനി നിങ്ങളാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിലെ പ്രോബ്ലം എന്നുണ്ടെങ്കിലോ, അതായത് നിങ്ങളാണ് ടോക്സിക് ആയിട്ട് ബിഹേവ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ എങ്ങനെ മനസ്സിലാക്കാം? അതിന് കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്ന്, എന്തിനും ഏതിനും മുന്നും പിന്നും നോക്കാതെ, അല്ലെങ്കിൽ ഒന്നും ആലോചിക്കാതെ, തെറ്റും ശരിയും ഒന്നും നോക്കാതെ എപ്പോഴും ഓവറായിട്ട് റിയാക്ട് ചെയ്യുക. ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയെ എക്സ്ട്രീംലി ഹേർട്ട്ഫുൾ ആക്കുന്ന രീതിയിൽ, അവരെ ഷെയിം ചെയ്യുന്ന രീതിയിൽ, അല്ലെങ്കിൽ അവരെ ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിലൊക്കെ ഒരുപാട് വാക്കുകൾ യൂസ് ചെയ്യുക. അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമല്ല, ഇതിന് ശേഷം ഒരു സൈലന്റ് ട്രീറ്റ്മെന്റ് നടത്തുന്നു, ആൻഡ് ഒരു കുറച്ച് നേരത്തിന് ശേഷം പോയിട്ട് സോറി പറയുന്നു. ഇങ്ങനെയുള്ള ഒരു ബിഹേവിയർ ആണ് നിങ്ങൾ എന്തിനും ഏതിനും പ്രൊവൈഡ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അതൊരു ടോക്സിക് ആയിട്ടുള്ള ബിഹേവിയർ ആണ്. കാരണം നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ ചിലപ്പോൾ അവർ നിങ്ങളോട് ഫോർഗീവ് ചെയ്യുന്നുണ്ടായിരിക്കാം, പക്ഷെ അതൊരിക്കലും അവർ മറക്കില്ല. അല്ലെങ്കിൽ ആ ഒരു സമയത്ത് നിങ്ങൾ എങ്ങനെയാണ് അവരോട് റിയാക്ട് ചെയ്തത് അത് എപ്പോഴും അവരുടെ മൈൻഡിൽ ഉണ്ടായിരിക്കും. വളരെ പൊട്ടിത്തെറിച്ചുകൊണ്ട് സംസാരിക്കുക, അല്ലെങ്കിൽ അബ്യൂസീവ് ആയിട്ടുള്ള വേർഡ്സ് യൂസ് ചെയ്യുക, ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ആക്ച്വലി നിങ്ങളാണ് ടോക്സിക്. രണ്ട്, ഞാനായിരിക്കും എപ്പോഴും ശരി, ഞാൻ മാത്രമേ ശരിയാവൂ, അത് എപ്പോഴാണെങ്കിലും അങ്ങനെ ആയിരിക്കും എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡിൽ സംസാരിക്കുന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും രീതിയിലുള്ള ഒരു ഡിസഗ്രിമെന്റ് വരുന്ന സമയത്ത് അത് വിൻ ചെയ്യുന്നതിന് വേണ്ടി ഏതറ്റം വരെയും പോകുന്ന ഒരു സ്വഭാവം. പഴയ കാര്യങ്ങളൊക്കെ കുത്തിപ്പൊക്കി സംസാരിക്കുക, ഓൾറെഡി സോൾവ് ചെയ്ത കാര്യങ്ങളൊക്കെ വീണ്ടും വീണ്ടും എടുത്തിട്ട് സംസാരിക്കുക. ഇങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നിലവിൽ എന്ത് പ്രോബ്ലത്തിനെ കുറിച്ചാണോ നിങ്ങൾ പറയുന്നത് അതിൽ നിങ്ങൾക്ക് സ്റ്റിക്ക് ഓൺ ചെയ്യാൻ സാധിക്കില്ല. ഇങ്ങനെ വിൻ ചെയ്യുന്നതിന് വേണ്ടി എന്ത് രീതിയിൽ സംസാരിക്കുന്നുണ്ടെങ്കിൽ അതൊരു ടോക്സിക് ആയിട്ടുള്ള ബിഹേവിയർ ആണ്. മാത്രമല്ല, നിങ്ങളുടെ പാർട്ട്ണർക്ക് പിന്നീട് എന്തെങ്കിലും കാര്യം നിങ്ങളോട് ഓപ്പൺ ആയിട്ട് ഷെയർ ചെയ്യുന്നതിൽ ഒരു സേഫ്റ്റി ഫീൽ ചെയ്യുകയും ഇല്ല. മൂന്ന്, എപ്പോഴും ഒരു സ്കോർ രീതിയിലാണ് നിങ്ങൾ സംസാരിക്കുന്നത്, എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ, അതായത് ഞാൻ 5 കാര്യങ്ങൾ ചെയ്തു, 5 ഹെൽപ്പ് നിനക്ക് വേണ്ടി ചെയ്തു, അല്ലെങ്കിൽ എന്റെ ഭാഗത്തുനിന്ന് ഒരു 5 ഫേവർ ഞാൻ നിനക്ക് നൽകിയിട്ടുണ്ട്, ഇനി നീ എനിക്ക് 5 ഫേവർ നൽകണം, അപ്പോഴേ അത് ഈക്വൽ ആവൂ എന്ന രീതിയിൽ ഒരു ട്രാൻസാക്ഷൻ രീതിയിലാണ് എന്തിനേയും കണക്കാക്കുന്നത്. എന്ത് കാര്യം ചെയ്യുമ്പോഴും ഇങ്ങനെ മെഷർ ചെയ്ത് കണക്ക് പറഞ്ഞുകൊണ്ടാണ് ആ ഒരു സ്റ്റൈലിലാണ് മുന്നോട്ട് പോകുന്നത് എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അതൊരു ടോക്സിക് ആയിട്ടുള്ള രീതിയാണ്. എസ്പെഷ്യലി ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയുടെ ഭാഗത്തുനിന്നും എഫേർട്ട് ഉണ്ടായിരിക്കാം, പക്ഷെ അതൊന്നും അത്ര കാര്യമാക്കാതെ അതൊക്കെ ഇഗ്നോർ ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഭാഗത്തുള്ള കാര്യങ്ങൾ എന്താണോ, നിങ്ങൾ എന്താണോ ചെയ്തത് അത് മാത്രം എടുത്ത് കാണിച്ചുകൊണ്ട് അതൊരു ബിഗ് ആയിട്ടുള്ള റെഡ് ഫ്ലാഗ് ആണ്. നെക്സ്റ്റ് വൺ, നിങ്ങളുടെ പാർട്ട്ണർ അവർക്ക് തോന്നിയ ഒരു കാര്യം നിങ്ങളോട് ഷെയർ ചെയ്യുന്ന സമയത്ത് അവരുടെ ഫീലിങ്സ്, അവരുടെ ഇമോഷൻസ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്ന സമയത്ത് നീ വളരെ സെൻസിറ്റീവ് ആണ്, അല്ലെങ്കിൽ ഓവർ റിയാക്ട് ചെയ്യാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരുടെ ഫീലിങ്സിനെ ഇഗ്നോർ ചെയ്യുക, അല്ലെങ്കിൽ അതെന്നെ സംബന്ധിച്ചിടത്തോളം ഒരു മാറ്റർ അല്ല എന്ന രീതിയിൽ സംസാരിക്കുന്നുണ്ടെങ്കിൽ ആക്ച്വലി നിങ്ങൾ ടോക്സിക് ആയിട്ടാണ് ബിഹേവ് ചെയ്യുന്നത്. കാരണം ഒരു റിലേഷൻഷിപ്പിലെ 2 വ്യക്തികളുടെയും ഇമോഷൻസ് മാറ്റർ ആയിട്ടുള്ള കാര്യം തന്നെയാണ്. അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്.